അമേരിക്കക്ക് പാകിസ്ഥാനെ ആക്രമിക്കാമെങ്കിൽ ഇസ്രായേലിന് എന്തുകൊണ്ട് ഖത്തറിനെ ആക്രമിച്ചുകൂടാ? ചോദിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ഖത്തർ വിഷയവുമായിട്ട് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ചകളും വലിയ രീതിയിലുള്ള പ്രാധാന്യത്തോടു കൂടിയുള്ള നിലപാടുകളും പറയുമ്പോൾ ഇതെന്തുകൊണ്ട് നിങ്ങൾ വിസ്മരിക്കുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നു. കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: ഭീകരവാദികളെ ഇല്ലാതാക്കാൻ, അത് ഹമാസ് എന്ന് പറയുന്ന ഭീകര വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ഖത്തറിനെ ആക്രമിച്ചത്. അത് തീർച്ചയായിട്ടും ന്യായീകരിക്കാൻ പറ്റുന്നത് തന്നെയാണ്. മുൻപ് സമാനമായ രീതിയിൽ ബിൻ ലാദനെ പിടികൂടാൻ വേണ്ടിയിട്ട് അമേരിക്ക പാകിസ്ഥാനെ ആക്രമിച്ചിരുന്നു. നമുക്കറിയാം, ബിൻ ലാദനെ പിടികൂടിയത് പാകിസ്ഥാന്റെ സൈനിക മേഖലയോട് ചേർന്നുള്ള അബാട്ടാബാദ് എന്ന് പറയുന്ന പ്രവിശ്യയിലാണ്. ഈ മേഖലയിൽ ബിൻ ലാദൻ ഉണ്ട് എന്നുള്ളത് 2 വർഷത്തെ അന്വേഷണത്തോടനുബന്ധിച്ചാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം അമേരിക്ക എടുത്തത്. അപ്പോൾ അതെടുക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനുമായി അമേരിക്കക്ക് സൗഹൃദ ബന്ധമാണ്, നയതന്ത്ര ബന്ധമാണ്. അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ രീതിയിലുള്ള ഈ സൈനിക കൈമാറ്റങ്ങളും പങ്കാളിത്തമൊക്കെ വഹിക്കുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് റഡാർ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിക്കുന്നത്, ആ റഡാർ സംവിധാനം നൽകിയതും അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക പാകിസ്ഥാന് നൽകിയിരിക്കുന്ന റഡാർ സംവിധാനത്തിൻ്റെ ദൂരപരിധി കൃത്യമായി മനസ്സിലാക്കിയ അമേരിക്ക ആ ദൂരപരിധിയുടെ മുകളിൽ വെച്ചാണ് ബിൻ ലാദനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധവിമാനത്തെ അയക്കുന്നത്. 2 കിലോമീറ്റർ ദൂരപരിധി എങ്ങനെയാണ് ആകാശത്തേക്ക് ഇങ്ങോട്ട് നോക്കിയാൽ പറയുന്നത്, അതിൻ്റെ മേലെ എന്ന് പറയുന്നു. അങ്ങനെ നിരീക്ഷണം നടത്തിയിട്ട് എന്തുണ്ടാവുന്നു? ഈ അബാട്ടാബാദിൽ ഈ ബിൻ ലാദനെ കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. UN സഭയുടെ നേതൃത്വത്തിൽ അവിടെ ആരോഗ്യ പരിശോധന ഒക്കെ നടത്തിയിരുന്നു, പകർച്ചവ്യാധി രോഗവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം. അങ്ങനെ ആ നടത്തിയതിൽ നിന്നാണ് ഏകദേശം സൂചന കിട്ടിയത്. 2 സൂചന കിട്ടിയത്. അതിൽ ഒരു സൂചന എന്ന് പറഞ്ഞാൽ, ആ ഏരിയയിൽ അബാട്ടാബാദിൻ്റെ ഏരിയയിലൊക്കെ ഈ പരിശോധന നടത്തുന്നതിൽ ഒരു വീട്ടുകാർ മാത്രം അങ്ങോട്ട് വന്നിട്ടില്ല. അതേതാ വീട് എന്നുള്ളത് പരിശോധിച്ചു. അപ്പോൾ ഒരു പയക്കം ചെന്ന ഒരു വീടാണ്. ആ വീടിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അവർ സാധാരണ പുറത്തോട്ടൊന്നും പോകാറില്ല. മാത്രമല്ല, കുട്ടികൾ ചുറ്റുഭാഗത്തുനിന്ന് ഈ ബാറ്റ് കളിക്കുന്ന സമയത്ത്, ഈ ബോളൊക്കെ കളിക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് ബോൾ വീഴും. ക്രിക്കറ്റ് ബോളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബോൾ വീണ്ടും കഴിഞ്ഞാൽ ഈ വീട്ടുകാർ ഈ ബോൾ തിരിച്ചു കൊടുക്കില്ല, പകരം എന്ത് ചെയ്യും? പുതിയത് വാങ്ങാൻ വേണ്ടി പണം കൊടുക്കും. അങ്ങനെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ വീട്ടുകാരിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാവുകയും, അതോടൊപ്പം തന്നെ വളരെ അപൂർവമായിട്ട് ഒരു വ്യക്തി ആ വീട്ടിലേക്ക് വരികയും പോവുകയും, അത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ കാണാൻ വേണ്ടി സാധിച്ചു. ഈ 2 എണ്ണമാണ് തെളിവായിട്ട് അവർക്ക് ലഭിച്ചത്. പിന്നീട് ഈ വീട് നിരീക്ഷിച്ചു. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈകിട്ട് ഒരു 6 മണി സമയത്ത് ഒരു ഒരു ഉയരമുള്ള ഒരാൾ ഈ വീടിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. ബിൻ ലാദന് അത്യാവശ്യം ഉയരമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഏകദേശം അവർ ഈ ക്യാമറ വെച്ച് പരിശോധിച്ച് ഒരു പക്ഷേ ബിൻ ലാദനാവാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തോ അടിസ്ഥാനത്തിൽ ഈ നടത്തത്തിൻ്റെ രൂപങ്ങളൊക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അങ്ങനെ ബിൻ ലാദനാണ് എന്ന് മനസ്സിലാക്കുന്നു. വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നു, വീട് തച്ചു പൊളിക്കുന്നു, അങ്ങനെ മുന്നേറ്റം കയറുന്നു. ബിൻ ലാദൻ അവിടെ ഉണ്ടായിരുന്നു, ബിൻ ലാദന് ഭാര്യ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, വെടിവെച്ച് കൊല്ലുന്നു. ഇത് സംഭവം നടന്നിട്ട് 1 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ സൈനികർ ഇതറിയുന്നത്. ഞങ്ങൾ ബിൻ ലാദനെ കണ്ടെത്തിയിരിക്കുന്നു, വെടിവെച്ച് കൊന്നു എന്ന് അവർ പറയുന്നത്. അങ്ങനെ നടന്നതുകൊണ്ട് എന്തായിട്ടില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇത് ബിൻ ലാദൻ അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തൊക്കെ സാരമായിട്ട് ബാധിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ആയതുകൊണ്ട് അവർക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ബിൻ ലാദനെ പിന്നീട് ബോഡി കൊണ്ടുപോയി പിന്നെ കടലിൽ താഴ്ത്തി എന്നുള്ളതാണ്. ഇനി ഭാവിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ഒരു അനുയായികൾ, ഈ പറയപ്പെട്ട ബിൻ ലാദൻ എന്ന് പറയുന്ന ഭീകരവാദിക്ക് ഒരു അനുയായിയോ കാര്യങ്ങളോ ഉണ്ടാവാത്ത വിധം കാര്യങ്ങൾ ഒതുക്കുകയാണ് അല്ലെങ്കിൽ ഒരുക്കിയൊക്കെയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഫിലിപ്പീൻസിന്റെ കപ്പലെങ്ങാനാണ് കൊണ്ടുപോയത് ആഴക്കടലിലേക്ക് ബോഡി താഴ്ത്തി ആ കപ്പൽ തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നതിന് ചിത്ര കാര്യങ്ങളൊക്കെ അന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി ന്യൂയോർക്ക് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, പാകിസ്ഥാന്റെ അതിർത്തി കയറിക്കൊണ്ട് ഭീകരവാദിയെ വെടിവെച്ച് കൊന്ന അമേരിക്കക്ക് എങ്ങനെയാണ് ഹമാസിന്റെ ഭീകരവാദികളായിരിക്കുന്ന ആളുകൾ ഖത്തറിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആക്രമിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്നാണ് ഇപ്പോൾ നെതന്യാഹു
ട്രംപിനോട് ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ ആക്രമണം നടന്ന ഈ ഇസ്രായേൽ ഈ ഖത്തറിനെ ആക്രമിച്ചതിന് ശേഷം ട്രംപ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് നെതന്യാഹു മാത്രം ചെയ്തതാണ്, അത് കൈകഴുകാണ്. നെതന്യാഹു മാത്രം ചെയ്തതാണെങ്കിലും എനിക്കത് അറിയില്ല എന്ന് മുമ്പ് പറഞ്ഞിട്ടില്ല. നെതന്യാഹു മാത്രം ചെയ്തതാണ്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. ഒരു ആശ്വാസവാക്ക് ഖത്തറിന് ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം ട്രംപ് നൽകിയിട്ടുണ്ട്. ട്രംപ് ഈ ഖത്തർ അമീറിനെ വിളിച്ചിട്ടുണ്ട് ഫോണിലൂടെ, നെതന്യാഹു ഫോണിലൂടെ വിളിച്ചിട്ടുണ്ട്. നെതന്യാഹു എന്താണ് സംസാരിച്ചതെന്നതിനെ കുറിച്ചുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. പക്ഷെ ട്രംപ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഈ അക്രമം ഉണ്ടായി. ഈ അക്രമം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പാണ് നെതന്യാഹു വീണ്ടും ഒരു വെടി പൊട്ടിക്കുന്നത്. ഹമാസ് നേതാക്കളെ നാട് കടത്തിയിട്ടില്ലെങ്കിൽ ഖത്തറിനെ വീണ്ടും ആക്രമിക്കും എന്ന്. അപ്പൊ ഇവിടെ മൊസാദിന്റെ വിഭാഗം ഇവിടെ തന്നെ ഉണ്ട്. ഖത്തറിൽ മൊസാദ് ഉണ്ട്, മൊസാദിന്റെ വിഭാഗങ്ങളുണ്ട്, ജൂത വിഭാഗങ്ങളും ഖത്തറിലുണ്ട്. എന്നാൽ അവർ പിൻവലിക്കുക, അവർ പോന്നോട്ടെ മറ്റവരും പോന്നോട്ടെ എന്ന് പറയുന്നില്ല. ഹമാസിന്റെ നേതാക്കൾ ഇതിപ്പോ ഈ താലിബാൻ വിഭാഗത്തിന്റെ ഓഫീസും അവരുടെ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്ന മേഖലയാണ് ഖത്തറിലെ ദോഹ. അവരുണ്ട്. അവരങ്ങനെ ബന്ധങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് 25,000-ഓളം അമേരിക്കയുടെ സൈനികർക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചത്. ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കാര്യങ്ങൾക്കൊക്കെ എളുപ്പം കിട്ടുക. ആ ഒരു പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ട്. അത് 2 പ്രാവശ്യം അമേരിക്ക സഹായിച്ചിട്ടുണ്ട് ഈ ഖത്തർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇവിടെ ഹമാസിനെ ഒഴിവാക്കണം എന്ന് പറയുന്നത്, പിന്നെ നാട് കടത്തണം എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ അവർ എവിടെ ഉണ്ട്, എത്ര പേരുണ്ട് എന്നതിനെക്കുറിച്ച് എന്ത് വിവരമാണ് ഇസ്രായേലിന്റെ കൈവശത്തിൽ ഉള്ളത് എന്നും ഒരു റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഉണ്ട് എന്ന് പറയുന്ന ഏരിയയിലല്ലേ ഈ ആക്രമണം നടത്തിയത്. ഈ ആക്രമണം നടത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നോ? ഒരു കാര്യം നടന്നിട്ടില്ല. അവരവിടെ ഇല്ലായിരുന്നു, അവരവിടെ ഒഴിവാക്കിയിരുന്നു, അതല്ലെങ്കിൽ അവരുടെ രഹസ്യ കാര്യങ്ങൾ ചോർന്നിരുന്നു. അങ്ങനത്തെ കുറേ പ്രശ്നം അതിൽ വരുന്നുണ്ട്. ഇനി ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരു വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ പ്രകടമാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ തങ്ങൾ വീണ്ടും ആക്രമിക്കും എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ ഖത്തറിൽ മാത്രമല്ല, ഈ ഖത്തറിൽ നിന്ന് ഈ പറയപ്പെട്ട വിഭാഗം, ഈ ഹമാസ് എന്ന് പറയുന്ന വിഭാഗം സൗദി അറേബ്യയിലേക്ക് പോയെന്ന് കരുതുക. നമ്മൾ അങ്ങനെ ആകുമ്പോൾ സൗദി അറേബ്യ ആക്രമിക്കല്ലോ. അവരിനി ബഹ്റൈനിലേക്ക് പോയെന്ന് കരുതുക, ബഹ്റൈനിൽ ആക്രമിക്കൂലേ. ആ വേറെ ഏത് രാജ്യത്തേക്ക് പോയെന്ന് കരുതുക, അവിടെ ആക്രമിക്കൂലേ. അപ്പോൾ അവരുള്ള സ്ഥലത്തെല്ലാം ആക്രമിക്കും എന്ന് പറഞ്ഞാൽ രാജ്യത്തിൽ എവിടെ ഉണ്ടെങ്കിലും അവിടെ ആക്രമിക്കും എന്നല്ല ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിരിക്കുന്ന ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം വി വിൽ ഡു എന്നുള്ളതാണ്. ചെയ്യും ഉറപ്പായിട്ടും, അതിൽ സംശയമൊന്നുമില്ല എന്ന കാര്യത്തിൽ. പക്ഷേ ഇതൊരു വെപ്രാളത്തിൻ്റെ പറച്ചിലാണ് എന്ന് ചില മീഡിയകൾ പറയുന്നു. അത് ഇവിടെ ഇസ്രായേലിൻ്റെ മീഡിയകൾ ആ കാര്യങ്ങൾ പറയുന്നത് വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ വെട്ടിക്കൊല്ലും എന്നൊക്കെ പറയുന്ന പോലെ അല്ലാതെ ഇപ്പോൾ യഥാർത്ഥത്തിൽ കൂമ്പൊടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വളരെ കൃത്യമായ രീതിയിൽ ഒരു നിലപാട് ഉറക്കെ ഇസ്രായേലിന് വേണ്ടി പറയാൻ പറ്റാത്ത വിധം അമേരിക്കക്കും നാം പൊടിഞ്ഞിരിക്കുന്നു. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇങ്ങനൊരു അക്രമം നടത്തി കഴിഞ്ഞാൽ ചെറിയൊരു പ്രതിഷേധത്തോടു കൂടി അത് അവസാനിക്കും എന്നുള്ളത് മാത്രമല്ല, അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ഉദ്ധരിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ബിൻ ലാദനെ പിടികൂടാനും വെടിവെച്ച് കൊല്ലാനും അമേരിക്കക്ക് സാധിച്ചു. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാതൊന്നും പറയാൻ ഉണ്ടായിട്ടില്ല. ബിൻ ലാദനെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയാണ് ബിൻ ലാദൻ, സംശയമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് അതിനെ വെടിവെച്ച് കൊല്ലാൻ സാധിച്ചു. അപ്പോൾ എതിർത്ത് പറയാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന് പറ്റില്ല. സമാനമായ രീതിയിൽ ഹമാസ് ഭീകരവാദിയായിട്ട് ഇസ്രായേൽ കാണുന്നു. ഒരുപക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ അവരെ കൊന്നിരുന്നെങ്കിൽ അപ്പോഴും പറയാൻ വേണ്ടി പറ്റുമായിരുന്നു. ഖത്തർ ഞങ്ങൾ ആക്രമിച്ചത് എന്തുകൊണ്ടാണ്? ഭീകരവാദികളായിരിക്കുന്ന ഹമാസിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട്, ഞങ്ങളവരെ വെടിവെച്ച് കൊന്നു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ കൊലപ്പെടുത്താൻ സാധിക്കാതെ വന്ന സമയത്തുണ്ടാകുന്ന ആശങ്കയും പ്രയാസവും അതാണ് ഇപ്പോൾ യഥാർത്ഥ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കുള്ള ലക്ഷ്യം പാളിപ്പോയി. അപ്പോൾ എങ്ങനെയോ അവിടെ ചോർന്നു പോയി. ആ ചോർച്ച എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിധം യഥാർത്ഥത്തിൽ ഇസ്രായേൽ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു. വല്ലാത്തൊരു സാഹചര്യത്തിലും വല്ലാത്തൊരു അവസ്ഥയിലൂടെയുമാണ് ഇസ്രായേലിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.